അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലത്തുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക. കാലത്ത് കിച്ചണിൽ കയറിയ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം ചായ റെഡിയാക്കുക എന്നുള്ളതാണല്ലോ. അതല്ല അതിൻ്റെ ഒരു ശരി. ചായ വെക്കാനായിട്ട് പാലെടുത്തതും എൻ്റെ അസിസ്റ്റൻ്റ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് ആശാൻ്റെ മൂഡ് അത്ര ശരിയായിരുന്നില്ല, എൻ്റെ ഒക്കെ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ അവനെയും തിട്ടിലിരുത്തി ചായക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി. അവനെ എടുത്തുകൊണ്ട് നിൽക്കണം എന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു അജണ്ട. എടുക്കാനായിട്ട് കൈയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴേക്കും ചായ ഒന്ന് റെഡിയാക്കട്ടെ, എന്നിട്ട് മോളെ മദ്രസയിലേക്കും വിടണം. അപ്പോൾ അവനെ പറഞ്ഞ് സോപ്പിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. വേഗം ചായയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം മോളെ മദ്രസയിലേക്ക് വിടാൻ. അപ്പോൾ പാല് തിരിച്ചെടുത്ത് വെക്കാൻ പോകുമ്പോഴും അവനെ എടുക്കാനായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ജനലൊക്കെ തുറന്നിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ജനൽ തുറന്നിടുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടുമല്ലോ. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടുമ്പോൾ വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള വായു കിട്ടുന്നതിൻ്റെ ആവാം, എന്തായാലും ഒരു പ്രത്യേക എനർജി കിട്ടാറുണ്ട്. പിന്നെ മോനെ പറഞ്ഞ് സോപ്പിട്ട് വീണ്ടും ഇക്കാൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ചായ റെഡിയാക്കിയിട്ട് വേണം മോളെ മദ്രസയിലേക്ക് വിടാൻ. കൂടെയുള്ള കുട്ടികൾ വരുമ്പോഴേക്കും ചായയൊക്കെ കൊടുത്ത് അവൾ മാറ്റി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ വന്നാൽ പെട്ടെന്ന് കൂടെ പോവാമല്ലോ. അല്ലെങ്കിൽ തനിച്ച് പോകേണ്ടി വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഇതുവരെ തനിച്ച് വിട്ടാക്കിയിട്ടില്ല. തനിച്ച് പോവാന്ന് പറഞ്ഞാൽ പട്ടികളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ തനിച്ച് വിടാൻ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഇക്ക കൊണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് റെഡിയാക്കി അവൾ അവിടെ നിൽക്കുന്നുണ്ട്. പുറത്തൊന്ന് വന്ന് നോക്കിയപ്പോൾ ചെറിയൊരു മഴക്കാറും നല്ല രീതിയിലുണ്ടായിരുന്നു ക്ലൈമറ്റും ഒക്കെ കാണാനായിട്ട്. പിന്നെ മഴയായതുകൊണ്ട് മൊത്തം പച്ചപ്പും ഹരിതാപവും അങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. മഴൻ്റെ ആ ഒരു മഴക്കാലത്തിൻ്റെ വൈബൊക്കെ ഇപ്പോൾ കിട്ടിത്തുടങ്ങി. അപ്പോൾ മോളെ കൂട്ടാനായിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ മോളെ വിട്ടാക്കി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കിച്ചണിലേക്ക് കയറിയതാണ്. തലേന്ന് തന്നെ അരി സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പച്ചരി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നീർദോശയ്ക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് 3-4 തവണ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കഴുകിയിട്ടാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാറ്, എന്നാലും വീണ്ടും കഴുകിയാലേ ഒരു തൃപ്തി കിട്ടൂ. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും കഴുകും, അത്രയും. അപ്പോൾ നന്നായി കഴുകി എടുക്കുന്നുണ്ട്. റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴുകുന്നത് നല്ലതാണല്ലോ അല്ലേ. പിന്നെ തേങ്ങ ചിരവിയത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ചട്നിക്കും പിന്നെ നീർദോശയ്ക്കും വേണ്ട തേങ്ങയാണ് ചിരകിയിട്ടുള്ളത്. പിന്നെ പച്ചമുളക് കഴുകി വെച്ചു. വേഗം ഇത് അരി ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചട്നി കൂടി ഒന്ന് വേഗം റെഡിയാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. കാലത്ത് ചടപടേന്നായിരിക്കണമല്ലോ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഓർഡറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കഴിയും. നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിൽ കഴിയും. പിന്നെ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ വൃത്തിൻ്റെ ഒരു പരിപാടി കൂടി നടക്കുന്നുണ്ട്. ചെറിയ തോതിൽ വെള്ളമായി പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് തുടയ്ക്കാനായിട്ട് തോന്നും. ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നാറില്ല. ചില അലസതയുള്ള ദിവസങ്ങളിൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ചില ദിവസങ്ങളിൽ വൃത്തി ഭയങ്കരമായിട്ട് തലയ്ക്ക് പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോഴേക്കപ്പോഴേ കിച്ചണും ഒന്ന് ക്ലീനായി നിൽക്കും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ അതുവരെ എടുത്ത പാത്രങ്ങളൊക്കെ പെട്ടെന്നൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുന്ന് പോലെ പാത്രങ്ങൾ ഉണ്ടാവും കഴുകാനായിട്ട്. അപ്പോൾ മടിയൻ മല ചുമക്കുന്നത് പോലെ ആയിപ്പോവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് ഈ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ചെറിയ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാനായിട്ട് നോക്കും കേട്ടോ. ചിലരൊക്കെ പറയാറില്ലേ, എത്ര പണി ചെയ്താലും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരു പണിയും എവിടെ എത്തണില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈം മാനേജ് എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റം നമ്മൾ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് സെറ്റായിട്ട് വരും. നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊന്നും നടക്കില്ല. അതൊക്കെ പെൻഡിങ്ങായി പിന്നേക്ക് വരുമ്പോൾ അത് വലിയൊരു അധിക പണിയായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഇതുപോലൊന്നും ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരാനായിട്ട് കഴിയില്ലായിരിക്കാം. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ
ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് ആവാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടും. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നീട് ഒരു ചിന്തയുണ്ടാവും, നമുക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ നന്നായിട്ടുണ്ട്, കുറേ സമയങ്ങൾ നമുക്ക് ലാഭമായിട്ട് കിട്ടി എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ നമ്മളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് പണികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ബോധ്യം വരും. ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ്. നമ്മളുടെ വീട്ടിലുള്ള പണികൾ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എവിടെ തുടങ്ങി എങ്ങനെ തുടങ്ങണം അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരും. ഒന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ അതും പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കി അങ്ങനെ ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സമയം കിട്ടും. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ നിൽക്കുക അല്ലെങ്കിൽ ഓരോ പണികൾ ചെയ്ത് നിൽക്കുക അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സമയം ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. പിന്നെ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാലത്ത് എണീറ്റതും മൊബൈൽ നോക്കാതിരിക്കുക, ഫോൺ എടുക്കാതിരിക്കുക. അർജൻറ്റായിട്ടുള്ള ഫോൺ കോൾസോ അല്ലെങ്കിൽ ഫോൺ കോൾസ് മാത്രം എടുക്കുക, അല്ലാതെ വേറെ നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ വാട്സപ്പോ അതൊന്നും ഓൺ ചെയ്യാതിരിക്കുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ആപ്പിലേക്ക് പോകാനായിട്ട് തോന്നും. അങ്ങനെ പല നോട്ടിഫിക്കേഷനും വരുമ്പോൾ കുറച്ച് റീൽസ് കാണാനായിട്ട് തോന്നും. അങ്ങനെ കാലത്ത് തന്നെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി മൊത്തത്തിൽ പെൻഡിങ് ആവും. പിന്നെ നമുക്ക് ആ ഒരു സമയം വേസ്റ്റായി പോവുകയാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാനും കഴിയില്ല. അങ്ങനെയൊക്കെയാണ് ഈ സമയമില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഉണ്ടാവും. നമ്മൾ വെറുതെ ജോലി ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ദുശീലം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ശീലങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കാനായിട്ട് നോക്കുക. എല്ലാം ഓക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. എന്നിട്ട് മനസ്സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഇന്നിപ്പോൾ കിച്ചണിൽ മോനും എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് എന്തായാലും ഞങ്ങൾ ഒന്നിച്ചാവാമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ മോന് ഫീഡ് ചെയ്യുന്നില്ല. ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമൊക്കെ ആയി കാണും. അതിൻ്റേതായ ഒരു വാശിയും ഒരു കരച്ചിലും ഒക്കെ അവന് ഒന്ന് വിട്ട് വരുന്നേ ഉള്ളൂ. കരച്ചിലൊക്കെ നേരത്തെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. അവൻ ഇപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു കാര്യം മറന്നു എന്ന് തന്നെ വേണം പറയാൻ. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. അതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. മോൻ്റെ കരച്ചിലായിരുന്നു എനിക്ക് വല്ലാത്ത ഒരു സങ്കടം എന്ന് പറയുന്നത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങളതെല്ലാം തരണം ചെയ്ത് വന്നു. മോൻ്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം. ജനിച്ചപ്പോൾ മുതൽ അവരുടെ വിശപ്പും ദാഹവും എല്ലാം മാറ്റി അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നല്ലോ അത്. പെട്ടെന്ന് ഇനിയില്ല എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് നല്ലതുപോലെ ടൈം എടുക്കുമല്ലോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കുറച്ച് ടിപ്സൊക്കെ നോക്കുക. അങ്ങനെ പെട്ടെന്ന് നിർത്താതിരിക്കാനായിട്ട് നോക്കുക. കുറേശ്ശെ മാത്രമായിട്ട് നിർത്താനായിട്ട് നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്താതിരിക്കുന്നത് തന്നെ നല്ലത്. ഒരു ദിവസം എത്ര തവണ ഫീഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പകുതിയായിട്ട് കുറയ്ക്കാനായിട്ട് നോക്കുക. പിന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ മാറ്റാനായിട്ടും പിന്നെ കളിക്കാനായിട്ട് അവർക്കൊരു ഫ്രീഡം കൊടുക്കുക. അവരുടെ ഇഷ്ടത്തിന് അവരെ വിടാനായിട്ട് നോക്കുക. പിന്നെ പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോയി ഇരിക്കുന്ന സ്ഥലങ്ങളും പിന്നെ റൂം അവിടേക്കൊന്നും പോവാതിരിക്കുക മാക്സിമം. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളിക്കുന്ന ആ ഒരു പ്രായത്തിൻ്റെ സമയമായിരിക്കും. അപ്പോൾ അവരിൽ പെട്ടെന്ന് ആ ഒരു ശ്രദ്ധ മാറ്റാനായിട്ട് നോക്കുക. കളിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കുക. പിന്നെ അങ്ങനെ പതിയെ കുറേശ്ശെയായിട്ട് നിർത്താനായിട്ട് നോക്കുക. ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യരുതാരും. കുട്ടികൾക്കും അമ്മമാർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഉണ്ടാവുക. അപ്പോൾ കുറേശ്ശെ മാത്രം ചെയ്യാനായിട്ട് നോക്കുക. ഇതൊരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്
ചെറിയ ചെറിയ പ്രയാസങ്ങളല്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാനായിട്ട്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്കതിന് പറ്റിയില്ല. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചാണിത്. ചോറും മത്തിക്കറി, മത്തി മുളകിട്ട കറിയായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയെല്ലാം സെറ്റാക്കി ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.